അങ്ങനെ ഞങ്ങള് കൊച്ചുവേളി പാർക്കിലെ ട്രെയിനിൽ കയറി. ട്രെയിൻ യാത്ര ബസ്സാണ്. അതായത് എല്ലാം കയറിയിട്ടുണ്ട്. ആമിന, ഫാത്തിമ, ഐസമ്മ എല്ലാവരും കൂടെ വരുന്നതാണ്. ഇത് കൊച്ചുവേളി ട്രെയിനിൻ്റെ റെയിൽവേയിലാണ്. ഇതെന്തോ ട്രെയിൻ എന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനുള്ള ട്രെയിൻ ബാക്കിച്ചാണ്. ചെറിയ ചെറിയ ട്രെയിൻ. ഇതിൽ 4 മണിക്ക് പുറപ്പെടുന്ന വേളി പാർക്ക് ചുറ്റുന്ന ട്രെയിനാണ്. ഇതിനകത്ത് ഫുൾ ഹൗസ്ഫുൾ ടിക്കറ്റ് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നിന്ന് കൊച്ചു ആമിന വേളി പാർക്കിൽ അങ്ങനെ കൊച്ചു വേളിയിൽ കൂടെ ഇങ്ങനെ ട്രെയിനിൽ യാത്ര പോവുകയാണ്. വേളിക്കായൽ പാലം, എക്കോ ടൂറിസം, ഇങ്ങനെ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. കൊള്ളാം. കണ്ട ചീങ്ങണ്ടി വെള്ളത്തിൽ ഞങ്ങളൊരു ദുബായിൽ പോണ ടാറ്റ പറയാം. പോവല്ലേ എന്ന് പറഞ്ഞു. മഞ്ചറാണെന്ന് കാറ്റില്ല. അതിലെ കയറാം. ചായ പിന്നെ ഫോണ് വീടും കൂടൊക്കെ നഷ്ടപ്പെട്ടവർ ഏകാന്തമായി ഒറ്റയ്ക്ക്.
ഇരുട്ടായി അതാണ് കാണാൻ പറ്റാത്തത്. ബോട്ടിങ്ങിന് കയറാം. വെള്ളത്തിൽ വീഴാൻ എനിക്ക് നീന്താ, നിനക്ക് നീന്താ അറിയാം. എന്നാ നീ ഞാൻ പറഞ്ഞില്ല. വാട്ടർ സ്പോർട്സ് ലേഡീസിനെ കാണാനുള്ളൂ എന്നാണ് വെളിയിൽ വാമനൻ മാവേലി വന്നിടും നാടുകൾ കണ്ടിടും ചെടി മൊത്തം തെറ്റിടും ട്രെയിനാണ് ഏത് ട്രെയിനാണ്. കായലെ ഇവിടെ പൂപ്പലെ ഇവിടെ വേളി കൊട്ടാരം. കൊട്ടാരായിരുന്നു. അയ്യോ തിന്നെ കുടിക്കില്ല അതിനകത്ത് കയറി അതെല്ലാം പൊടിഞ്ഞു വീണോ. ഒരു വലിയ ശകലം ചെറിയ വെള്ളം കുടിക്കാനുള്ള പൈസ തിരിച്ചു കാരണം ട്രെയിനിൽ നമ്മൾ ഇറങ്ങി കൊള്ളാം. കാരണം വേളിയുടെ പാർക്ക് മൊത്തം ട്രെയിനിലിരുന്നേ നമുക്ക് ചുറ്റി കാണാം. ഒരു കുട്ടികൾക്ക് 30 രൂപയും വലിയവർക്ക് 50 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. എന്നാലും വളരെ നഷ്ടമൊന്നുമില്ല. നമുക്ക് മനോഹരമായിട്ട് വെളിയുടെ മൊത്തം ഭാഗങ്ങൾ നടക്കാതെ തന്നെ ചുറ്റിക്കാണാൻ പറ്റുന്ന സംവിധാനമാണ്. വരുമ്പോൾ ഞങ്ങൾ പിള്ളേരെയൊക്കെ കയറി വരും, എൻജോയ് ഒക്കെ ആയിക്കോളും. കൊള്ളാം, വലിയ നഷ്ടമൊന്നും പറയാമില്ല. പിന്നെ അടുത്ത ആ ബോട്ടിങ്ങിൻ്റെ സംവിധാനത്തിലോട്ടൊന്ന് പോകണം. അതിനുമ്പോൾ ഒരു ചായ കുടിക്കണം, ടീ ബ്രേക്ക്. അത് നല്ല മനോഹരമായ പൂന്തോട്ടങ്ങളും വേളിക്കായതിൻ്റെ മനോഹര സൂപ്പർക്കാനായി കുഞ്ഞിരാമിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ പൂക്കളുണ്ടോ, പൂക്കള്. ഇതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പറ്റാതെ നിൽക്കുന്ന പുറത്ത് കാശത്തുമ്പോ ഇത് മറ്റേ ഇതല്ലേ സീനിയ ചെടി, സീനിയ ഫ്ലവേഴ്സ് എടുക്കാൻ നല്ല രസമാണ്.
കാശി തുമ്പകൾ ഇതിന്റെ ഒരു വിത്ത് കിട്ടാൻ വല്ല മാർഗം കൊയ്യ കൊച്ചങ്ങളെ ഇതിന്റെ ഒരു വിത്ത് കിട്ടാൻ വല്ല മാർഗം ഇതാണോ ഇതാണോ സീനിയ വിത്ത് അത് വിത്ത് ഇതാ ഇത് വിത്തുണ്ട് അതാണ് വിത്ത് അതാണ് വിത്ത് സീനിയുടെ വിത്ത് അതുണ്ട് ഇതാണ് വിത്ത് ആ കോഴിവാലൻ പൂവ് ഇതാണ് കോഴിവാലൻ പൂവ് അല്ലേ ഇല്ലേ മോനെ അങ്ങനെയല്ലേ ഇതിനെ പറയുന്നല്ലേ കോഴിവാലൻ പൂവെന്നല്ലേ പറയുന്നത് എന്താ പറയണേ ഈ പൂവിന് എന്താ പറയുന്നത് ഈ പൂവിന് എന്താ പറയുന്നത് ഈ പൂവിന് എന്താ പറയുന്നത് ഈ പൂവിൻ്റെ പേരാണ് അറിയില്ല ആ മോൻ പറഞ്ഞാണ് അറിയില്ല അവൻ അറിയില്ല നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ പേര് അറിയില്ല ആ പൂവിൻ്റെ പേര് അറിയില്ല എന്നാണ് നിനക്കറിയില്ല പൂവിൻ്റെ പേര് അറിയില്ല അപ്പം ഈ പൂവിൻ്റെ പേര് അറിയില്ല അതാണ് അതിൻ്റെ പേര് അല്ല അപ്പം ഇതിൻ്റെ പേരെന്താണ് അത് വീണ്ടും പറയുന്നത് ഇതിൻ്റെ പേര് അറിയില്ല ഈ പൂവിൻ്റെ പേരെന്താണ് കോഴിപ്പൂവ ഇതിൻ്റെ പേര് കോഴിപ്പൂവ അപ്പോൾ ഇത് ഈ മോൻ പറഞ്ഞ ഈ പൂവിൻ്റെ പേര് അറിയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ പൂവിൻ്റെ പേര് അറിയില്ല അതാണ് ഇതിൻ്റെ പേര് അതാണോ മോനെ ഇതിൻ്റെ പേര് അതല്ല അപ്പോൾ എല്ലാം അവൻ മെടുക്കനാണ് കൈ ഇത് ഇങ്ങനെ കാണിച്ചു അപ്പോൾ ഈ പൂവിൻ്റെ പേരാണ് കോഴിപ്പൂവ് എന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ കുറച്ചുകൂടെ മലക്കണം ഇത് കുറച്ചുകൂടി മലക്കണം അവരെ കൊണ്ട് അവനെ തിരക്കി പോയതാ പൂക്കളും കാനായി കുഞ്ഞിരാമൻ്റെ പ്രതിമകൾ ഒരു ശില്പിയുടെ സാങ്കല്പികമാണ് മനോഹരമായ പൂക്കളും മാഡം ഈ പൂവിൻ്റെ പേരെന്താ ഈ പൂവിൻ്റെ പേര് ലോലിപോപ്പ് ആ ഇതാണ് ലോലിപോപ്പ് ആ പൂവിൻ്റെ പേരറിയോ ലോലിപോപ്പ് എന്ന് ആൻറ്റി പറഞ്ഞു കണ്ടോ അതാണ് ലോലിപോപ്പ് ആ കാണുന്ന പൂവിൻ്റെ പേര് കോഴിയ പൂവെന്നല്ലേ അല്ലേ തിലോഷ്യ തിലോഷ്യ അപ്പോൾ അതിന് വേറൊരു പേരൂടെ ഉണ്ട് തിലോഷ്യ ഇപ്പോൾ കോഴിപ്പൂന്ന് മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ പറയുന്നത് തിലോഷ്യ മലേഷ്യ ഇതിൻ്റെ കാനായി കുഞ്ഞിരാമൻ അദ്ദേഹത്തിൻ്റെ ഒരു സാങ്കല്പികമാണ് ഈ ഒരു പ്രതിമ ഇങ്ങനെ പ്രതിനിധിക്കുന്നത് ഇതൊരു ശ്രമങ്ങൾക്ക് നടുവിലൂടെ സപ്പോർട്ട് ഇതെല്ലാം മനോഹരമായ സീനിയ പൂക്കൾ എല്ലാം കൊണ്ടുപോയ ഇതെന്താണ് നല്ല വിറ്റ് എനിക്ക് പരിചയമില്ലാത്ത മക്കളെ പോലെ കൊണ്ടിറങ്ങി ഈ മക്കളെ പറഞ്ഞ കേട്ടില്ല അങ്ങനെ കാര്യം പഠിക്കണം അങ്ങനെ കണ്ടവരെ നമ്മൾ പറഞ്ഞ കേട്ടില്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കേട്ടില്ല